ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി. നമ്മളെല്ലാവരെയും ഈ രൂപത്തിലൂടെ ഇരുത്തുന്നതിന്, ഇങ്ങനെ ഇരിക്കുവാൻ നമ്മൾ ഇന്നത്തെ ഈ സന്ദർഭം ഒരുക്കിയ പ്രിയപ്പെട്ട മുസ്തഫ മൗലവി, ഗുരുവിൻ്റെ സാന്നിധ്യം ഇവിടെ ഇപ്പോഴും നമ്മൾ അനുഭവിക്കുന്നു. ഇത് എല്ലാവരും, ഞാൻ പറയുന്ന 2-3 പേര് പറഞ്ഞതേ ഉള്ളൂ. നമ്മളെല്ലാവരും തന്നെ എന്താണ്, ആരാണ് എന്നുള്ളതിൻ്റെ ഒരു ചുരുക്കമായ വാഗ്മയം ആത്മോപദേശതകത്തിലുള്ളത്. അവൻ ഇവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിൽ ആദിമമായൊരാത്മരൂപം ഇതാണ്. അവൻ ഇവൻ എന്ന് പറയുമ്പോൾ അതൊന്നും ഇതൊന്നും ഏതെല്ലാം രണ്ടായി നമുക്ക് പറയാൻ കഴിയുന്നോ, വിചാരിക്കാൻ കഴിയുന്നോ, അനുഭവിക്കാൻ കഴിയുന്നോ, അതെല്ലാം പെടും. അതെല്ലാം എന്താണെന്ന് പറയുന്നു? ആദിമമായൊരാത്മരൂപമെന്ന് പറയുന്നു. ആദിമമെന്ന് പറഞ്ഞാൽ എപ്പോഴും എന്ത് തുടങ്ങുന്നതിനും ആരംഭമായിട്ടുള്ളത്. ആത്മരൂപം എന്ന് പറയുന്നത് വലിയ വാക്കൊന്നുമല്ല, സംസ്കൃത വാക്കാണെങ്കിലും നമ്മൾ ഓരോരുത്തരും ഇപ്പോഴിങ്ങനെ ഈ അനുഭവത്തിൽ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും തന്നെയാണ് ആത്മസ്വരൂപം. എന്താണ് ആത്മാവെന്ന് ചോദിച്ചാൽ ഇപ്പം നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ അനുഭാവം തന്നെയാണ് ആത്മസ്വരൂപത്തിൻ്റെ ലക്ഷണവും. ഇതാണ് സംഗതി. ഇപ്പം പിന്നെ മതമെന്താണ്? മതമെന്ന് പറയുന്നത് ഈ മഹാസത്യം മനുഷ്യരും എല്ലാ ജീവജാലങ്ങളെയും പോലെ ഈ പരമമായ സത്യത്തിൽ നിന്ന് രൂപപ്പെട്ടു വന്നതാണ്. അതുപോലെ രൂപപ്പെട്ടു വരുന്ന അഭിപ്രായങ്ങളാണ് മതങ്ങൾ. ആ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നതിന് രൂപപ്പെട്ടു വരുന്ന അഭിപ്രായങ്ങളാണ് മതങ്ങൾ. മനുഷ്യരിൽ ഭിന്നത ഉള്ളതുപോലെ മതങ്ങളിലും ഭിന്നത കാണും. അപ്പോൾ അത് എന്തിനാണ്? അത് ഇന്ന് നമ്മൾ ഇവിടെ ചേർന്നിരിക്കുന്ന ഈ യോഗം, ഈ മഹത്തായ യോഗത്തിന് കാരണമായിരിക്കുന്നത് പരിശുദ്ധ ഖുർആൻ അകപ്പൊരുൾ, അതിൻ്റെ മാനവികമായ വ്യാഖ്യാനം മുസ്തഫ മൗലവി നമുക്ക് സമ്മാനിച്ചതാണ്. ആ കാര്യത്തിൽ എനിക്ക് രണ്ട് അഭിമാനമുണ്ട്. ഒന്ന്, ഈ ഗ്രന്ഥ പരമ്പര, ഈ ജ്ഞാന സ്രോതസ്, അതിൻ്റെ വികാസ രൂപം മലയാള ഭാഷയിൽ ആണ് നമുക്ക് ലഭിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഞാൻ ആ ഭാഷയാണ് കൈകാര്യം ചെയ്യുന്നത് എല്ലാ തരത്തിലും. അത് ഒരു അഭിമാനം. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട മുസ്തഫ മൗലവിയുടെ രചന, ഈ 2 അഭിമാനം. സന്യാസിമാർക്ക് അഭിമാനം പാടുണ്ടോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. എങ്കിലും അപമാന സഭമാനസനായിരിക്കണം, ആ നടുനില ഉണ്ടായിരിക്കണമെന്ന് ഗുരു പഠിപ്പിക്കുന്നുണ്ട്. അത് നേരത്തെ പറഞ്ഞതുപോലെ ആത്മസ്വരൂപികളാണ് നാം എല്ലാവരും. അപ്പോൾ വേറെ വേറെ മതങ്ങൾ, വേറെ വേറെ ഭാഷ എന്നെല്ലാം പറയുമ്പോൾ നമ്മളീ കാണുന്ന പ്രപഞ്ചമുണ്ട്. ആ പ്രപഞ്ചം ആണ് നമുക്കും എല്ലാത്തിനും, ചരാചരമായിട്ടുള്ള എല്ലാത്തിനും ആശ്രയമായിട്ടുള്ളത്. അതിന് ഒരു ജീവനുള്ളതുപോലെയാണ് നമുക്ക് അനുഭവം. നമുക്ക് ശരീരത്തിൽ ഓരോ ജീവൻ ഉള്ളതുപോലെ തന്നെ ഈ പ്രപഞ്ചമാകെ നിറഞ്ഞു നിൽക്കുന്ന പ്രപഞ്ചമാകുന്ന ശരീരത്തിന് ഒരു ജീവസ്വരൂപതയുണ്ട്. അതുകൊണ്ടാണ് വൈശ്വാനരനെന്നെല്ലാം പഴയ കാലം മുതൽ പറഞ്ഞു വരുന്നത്. ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നില്ല, ആശംസ 2 വാക്കിൽ പറയാനുള്ള ആളാണ്.
മുസ്തഫ മൗലവി ഈ മഹത്തായ ഗ്രന്ഥ പരമ്പര നമുക്കിങ്ങനെ സമ്മാനിക്കുമ്പോൾ ഞാൻ ഇന്നലെയും എനിക്ക് ഭാഗ്യം കൊണ്ട് എനിക്ക് തന്നെ പ്രകാശനം ചെയ്യുവാൻ അവസരം കിട്ടിയ ആ 4-ാം വാല്യത്തിൽ, കഴിഞ്ഞ പ്രാവശ്യം പ്രകാശനം ചെയ്ത 4-ാം വാല്യത്തിലെ ഏതാനും പേജുകളിലേക്ക് എൻ്റെ കണ്ണോടിക്കുകയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ആത്മസുഖം, ആത്മാവെന്ന് പറഞ്ഞില്ലേ, ആദ്യമായൊരാത്മരൂപമെന്ന് പറഞ്ഞില്ലേ, അതിനെയാണ് മുസ്തഫ മൗലവി വേദമെന്ന് പറയുന്നത്. ഈ പുസ്തകത്തിൽ ഉടനീളം കാണുന്ന ഒരു വേദം എന്നുള്ളൊരു വാക്കുണ്ട്. വേദമെന്ന് പറയുന്നത് നിത്യചൈതന്യ ഗുരു തൊട്ടിങ്ങനെ പിടിച്ച് ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. ഇടോ നല്ല ഒരു നുള്ള് വേദനിക്കുന്നു. അത് ശരി, വേദനിക്കുന്നത് അറിയുന്നല്ലേ, അനുഭവമെന്നല്ലേ. ഇടോ ഇതാണോ വേദം. വേദിപ്പിക്കുന്നത്, അറിയിക്കുന്നത്, അതാണ് വേദം. എന്താണ് അറിയിക്കാനുള്ളത്? ഈ പ്രപഞ്ചാകാരമായി ഉള്ളതിനെയാണ് അറിയിക്കാനുള്ളത്. അതുകൊണ്ട് ചട്ടമ്പി സ്വാമി തിരുവടികൾ പറഞ്ഞു, എല്ലാവരും ഇർഗ്വേദം, ഇർക്ക് വാക്കുകളിൽ കൂടിയല്ലേ അറിയിക്കേണ്ടത്, അതുകൊണ്ട് ഇർക്ക്. പിന്നെ എന്തുവേണം? വാക്കുകൊണ്ട് ആശയം കിട്ടും. ആശയം കിട്ടിയ ജീവിതമാവും. ജീവിതത്തിന് എന്ത് വേണം? ചലനം വേണം, ക്രിയ വേണം. അപ്പോൾ ക്രിയ എന്ന് പറയുമ്പോൾ അറിവിനെ സാമ്പാർ വയ്ക്കുന്ന കാര്യം തന്നെ. സാമ്പാർ വയ്ക്കുന്ന കാര്യം നല്ല ഒരു എക്സാമ്പിളാണ്. സാമ്പാർ വയ്ക്കുന്നത് എങ്ങനെയായിരിക്കണമെന്ന് അമ്മയ്ക്കറിയാം. അതിന് വേണ്ടുന്ന പച്ചക്കറിയും മറ്റു സാധനങ്ങളെല്ലാം ഒരുക്കി വയ്ക്കും. പലവ്യഞ്ജനം വേണം, എണ്ണ വേണം. അത് ഏതെല്ലാം സമയത്ത് എങ്ങനെയെല്ലാം അത് ഉപയോഗത്തിൽ കൊണ്ടുവരുന്നതിന് സാമ്പാറാക്കി മാറ്റണമെന്നുള്ള സ്കിൽ അമ്മ ഇരിക്കുകയാണ്. വിഭവങ്ങളുമുണ്ട്. ഇതാണ് വേദത്തിൻ്റെ കാര്യം. പിന്നെ സാമ്പാർ ആകണമെങ്കിലോ അവിടെ ഈ ക്രിയ നടക്കണം. സാമ്പാർ ആക്കുക എന്നുള്ള പ്രോസസ്സ് നടക്കണം. അതുപോലെയാണ് വേദമെന്ന് പറയുന്നത് എല്ലാത്തിൻ്റെയും സ്വരൂപമാണ്, അറിവിൻ്റെ സ്വരൂപമാണ്, വേദിപ്പിക്കുന്നതാണ്, അറിയിച്ച് തരുന്നത്, തന്നുകൊണ്ടിരിക്കുന്നതാണ്. അത് വാക്കുകളിൽ പറയുമ്പോൾ ഋഗ്വേദമായി, അത് അനുഭവ വിദിതമായി തീരണമെങ്കിൽ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവന്നാലേ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂ. അപ്പോൾ യജുസായി, യജുർവേദം വന്നു, ക്രിയ വന്നു. അങ്ങനെയാണ് പ്രപഞ്ചത്തിൽ നിന്ന് ഉണർന്നു വരുന്ന വാഗ്മയം ഋഗ്വേദം. ഋഗ്വേദം എങ്ങനെയാണ് നാം അനുഭവിക്കേണ്ടത് എന്നുള്ള ആ കർമ്മരൂപത്തിൽ വരുമ്പോൾ അത് യജുസായി. എന്തിനാണ് ആ മഹനീയമായ വാക്ക് ഈ യജുസ് എന്നൊക്കെ പറയുന്നത്? എന്തിനാണ് ഈ അർച്ചന എന്നെല്ലാം പറയുന്നത്? എന്താ? ആദരവ് കാണിക്കാനാണ്. ഈ വാക്കുകൾ കൊണ്ട് അർത്ഥമാക്കുന്നതിൽ നിന്ന് നമുക്ക് ലഭ്യമാകേണ്ടത് അമേയമായ വലിയ സാധ്യതകളും സൗഭാഗ്യവുമാണ്. അതുകൊണ്ടാണ് തന്നെ യജ്ഞം എന്നെല്ലാം പറഞ്ഞത്. യജുർവേദം. പിന്നെ അത് രണ്ടുമായ അറിവും പ്രവൃത്തിയും സമന്വയിച്ച് ഭംഗിയായാൽ സമാധാനം കിട്ടും, സന്തോഷം കിട്ടും. സാമവേദം, സമമാക്കുന്നത്, സമാധാനം തരുന്നത് സാമവേദമായ ആളുകൾ പാടും. അപ്പോൾ ഇറുക്കായിട്ട് വന്നത് എന്തായി? ഇപ്പം സംഗീതാത്മകമായിട്ട് സാമവേദമായി പാടുകയാണ്, ആഹ്ലാദിക്കുകയാണ്. ഇങ്ങനെയാണ് വേദങ്ങൾക്ക് പേരും അതിൻ്റെ സ്വഭാവമെല്ലാം തീരുമാനിക്കുന്ന തരത്തിൽ വേദങ്ങൾ ഉണ്ടായിട്ടുള്ളത്. പിന്നെന്താ? ഇതെല്ലാം ഇങ്ങനെ പ്രപഞ്ചം പ്രവാഹം എന്നാണ് പറയുന്നത്. കാരണം നാം പ്രപഞ്ചത്തിൽ എപ്പോഴും നോക്കിക്കൊണ്ടിരുന്നാലും അത് ഒഴുക്കിൻ്റെ സ്വഭാവമാണ്. ഉണ്ടായി പ്രത്യക്ഷപ്പെട്ട് അത് നിലനിന്ന് വീണ്ടും ഫ്ലീറ്റിംഗ് സ്വഭാവമാണ്. ഇങ്ങനെ പോകുന്നതാണ്. ഒരു ദിവസം എടുത്താലും ശരി, ഏത് സംഗതി എടുത്താലും ശരി, ഇങ്ങനെ മാറ്റത്തിന് വിധേയമായിക്കൊണ്ട് അതാണ് ജീവിതമെന്ന് പറയുന്നത്. ആ ജീവിതത്തെ സാർത്ഥകമാക്കുന്നതിന് വേണ്ടിയാണ് ഈ മതരൂപത്തിലെല്ലാം പ്രവാചകന്മാർ വന്ന് നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ മതം എന്ത് പറഞ്ഞാലും ഒരു സമ്പ്രദായം എസ്റ്റാബ്ലിഷ്ഡായി പോയാൽ അതിനകത്ത് കെട്ടിക്കിടക്കുന്ന ജലം പോലെയാണ്. അങ്ങനെയാണ് ഈ പൗരോഹിത്യവും ഏർപ്പാടുകളും ഭരണവും പൗരോഹിത്യവും എല്ലാം കൂടി വന്ന് ഈ മതമെന്ന് പറയുന്നതിൻ്റെ ആ സ്രോതസ്സ്, ഇന്ന് കാതലായിരിക്കുന്ന ആത്മസുഖം എന്നൊക്കെ നാരായണ ഗുരു പറയുന്ന അതിൻ്റെ അതിനും കാതലായിരിക്കുന്ന ആ ആദിമമായൊരു ആത്മരൂപമെന്ന് പറയുന്നതിൽ നിന്ന് ഈ മതസാരം ഇങ്ങോട്ട് വരുന്നു. പിന്നെ അത് കൂടുതൽ ഇങ്ങനെ വന്നാണ് അനുഷ്ഠാന ആചാരങ്ങളായി പോകുന്നത്. മൗലവിയുടെ പുസ്തകം പരിശോധിച്ചാൽ കൃത്യമായ 2 ധാരകൾ സമന്വിതമായി ഒഴുകിക്കൊണ്ടിരിക്കുന്നത് കാണാം.
അദ്ദേഹം പറയുന്നു വേദമെന്ന് പറയുന്നത് പ്രൈം സ്രോതസ്സാണ്. അത് പരിശുദ്ധ ഖുർആൻ നമുക്ക് സംഭാവന ചെയ്യുന്ന, ശരിക്കും അല്ലാഹുവിൽ നിന്ന് വന്ന വെളിപാട് നമുക്ക് പ്രവാചകനിൽ കൂടി നല്ല കൃത്യമായി കിട്ടുന്നതാണ്. ആചാരാനുഷ്ഠാനങ്ങളിൽ കൂടി വരുമ്പോൾ ഉള്ള പങ്കിലത, അതിൻ്റെ മാലിന്യങ്ങൾ തുടച്ചു നീക്കുന്നതിന് വേണ്ടിയാണ് ഇദ്ദേഹം പുസ്തകം രചിക്കുന്നത്. അല്ല, വേറൊന്നുമല്ല. അതാണ് വേദം. ആ വേദത്തെ സ്പർശിച്ചുകൊണ്ട് പറയും നമ്മൾ വേദത്തിലേക്ക് പോകുന്നതെല്ലാം മുസ്തഫ മൗലവി ഓരോ സന്ദർഭം വരുമ്പോഴും പറയുന്നത് അതാണ്. അത് പ്രൈം സ്രോതസ്സാണ്. നാരായണ ഗുരു പറഞ്ഞ ആദിമമായൊരു ആത്മരൂപമാണ്. അതാണ് ബ്രഹ്മമെന്നോ ആത്മാവെന്നോ അല്ലാഹു എന്നോ നമുക്ക് വാക്കുകൾ ഉപയോഗിച്ച് പറയാൻ കഴിയുന്നത്. അതിലേക്ക് പോകുന്നതായിരിക്കണം. അതിനെ കാണുമ്പോൾ പിന്നെ ഏകത ആരും അന്വേഷിച്ച് പോണ്ട. സൂര്യനെ കാണുമ്പോൾ പകലെന്ന് നമുക്കറിയാം, പകലുണ്ടെന്ന് പേരുണ്ട്. അതുപോലെ ഏകമായ ആ സത്യത്തിൽ, ആ പരമമായ പൊരുളിലേക്ക് നമ്മെ പ്രതിഷ്ഠിച്ചാൽ അത് ആത്മപ്രതിഷ്ഠയായിരിക്കും, അത് സർവ്വവിദ്യാ പ്രതിഷ്ഠയായിരിക്കും, അതെല്ലാമായിരിക്കും. പിന്നെ സാഹോദര്യവും സ്നേഹവും മറ്റൊന്നും ആരും അന്വേഷിച്ച് നടക്കണ്ട. എല്ലാവർക്കും ഒരേ ആത്മസ്വരൂപത്തിൻ്റെ ജീവനുള്ള ഭാവ രൂപങ്ങളായി സന്തോഷമായി ആനന്ദത്തോടുകൂടി കഴിയാൻ കഴിയും. അതാണ് എൻ്റെ പ്രിയപ്പെട്ട മുസ്തഫ മൗലവി അനേകം ഗ്രന്ഥ താളുകളിൽ കൂടെ മണിമണിയായി മധുരമായി എഴുതി നമുക്ക് പകർന്നു തന്നുകൊണ്ടിരിക്കുന്നത്. ആ സ്രോതസ്സ് അവിരാമം തുടരട്ടെ. അറിവിൻ്റെ ആ പ്രവാഹം എല്ലാവർക്കും അനുഭവിക്കുവാൻ ഇടയാകുന്നു. ആ ഭാഗ്യത്തിൽ പങ്കുകൊള്ളുവാൻ അവസരം കിട്ടിയ നിങ്ങൾ ഓരോരുത്തരെയും പോലെ എനിക്കും ഉള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ജഗദീശൻ അല്ലെങ്കിൽ ജഗദമ്മ എന്ന് പറയുന്ന ആ ശക്തിയിൽ നിന്നും ഇനിയും ഇതുപോലെ നമുക്ക് ലഭ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.